കേരളത്തിൽ ബി.ജെ.പി അക്കൗണ്ട് തുറക്കുമെന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളി എൽ.ഡി.എഫും യു.ഡി.എഫും. എക്സിറ്റ് പോളിലൂടെ പുറത്തുവന്ന പ്രവചനങ്ങൾ വിശ്വസിക്കാൻ കഴിയാത്തതാണെന്നാണ് നേതാക്കളുടെ പ്രതികരണം. എക്സിറ്റ് പോളുകൾ പലപ്പോഴും തെറ്റിയിട്ടുണ്ടെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടും. എക്സിറ്റ് പോളിൽ വിശ്വാസമില്ലെന്നും കേരളത്തിൽ ബി.ജെ.പി അക്കൗണ്ട് തുറക്കില്ലെന്നും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. കേരളത്തിൽ യാതൊരു സംശയവുമില്ല, വൻപിച്ച മുന്നേറ്റം യു.ഡി.എഫ് നടത്തും. 20 സീറ്റും കിട്ടുന്ന രാഷ്ട്രീയ കാലാവസ്ഥയാണ് കേരളത്തിൽ നിന്നുള്ളത്. കേരളത്തിൽ ബി.ജെ.പി അക്കൗണ്ട് തുറക്കാൻ പോകുന്നില്ല എന്നുള്ളത് സത്യമാണ്. തൃശൂരിലെന്നല്ല കേരളത്തിൽ ഒരിടത്തും ബി.ജെ.പി വിജയിക്കില്ലെന്ന് കെ മുരളീധരൻ. നാളെ രാത്രി വരെ ബി.ജെ.പിക്ക് നല്ല പ്രതീക്ഷയുണ്ടാവും. മറ്റന്നാള് കൗണ്ടിംഗ് ആരംഭിച്ചാൽ ആ പ്രതീക്ഷ അസ്ഥാനത്താണ്. ഒരു കാര്യം ഉറപ്പാണ്, കോഴിമുട്ടയുടെ ആകൃതിയിലായിരിക്കും ബി.ജെ.പിക്ക് കേരളത്തിലുണ്ടാവുക. കേരളത്തിൽ ബി.ജെ.പി അക്കൗണ്ട് തുറക്കില്ലെന്നാണ് യു.ഡി.എഫിന്റെ വിലയിരുത്തലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.എം.എ. സലാം. യു.ഡി.എഫും മുസ്ലിം ലീഗും ഒക്കെ മണ്ഡലം തലത്തിൽ അവരുടെ ബൂത്തിൽ നിന്ന് കിട്ടിയ കണക്കുകൾ വെച്ചാണ് വിശകലനം ചെയ്തത്. ഞങ്ങൾക്ക് അങ്ങനെ ബി.ജെ.പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കും എന്നൊരു കണക്ക് ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടില്ല. കേരളത്തിൽ ബി.ജെ.പി അക്കൗണ്ട് തുറക്കുമെന്നത് ആശ്ചര്യപ്പെടുത്തുന്ന വാർത്തയെന്നായിരുന്നു ആർ.എസ്.പി നേതാവ് ഷിബു ബേബി ജോണിന്റെ പ്രതികരണം. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പിക്ക് ക്രമാതീതമായി വോട്ട് വർദ്ധിക്കുന്നതും അത് 3 സീറ്റ് വരെയായി മാറും എന്നുള്ളത് ഒരു കാരണവശാലും കേരളത്തിന്റെ സാഹചര്യത്തിൽ നടപ്പിലാകുന്നതല്ല എന്ന് സന്നിഗ്ധമായി തന്നെ പറയാൻ സാധിക്കും. കേരളത്തിൽ 20 സീറ്റും യു.ഡി.എഫിന് ലഭിക്കാവുന്ന സാഹചര്യമാണുള്ളതെന്നും വടകരയിൽ വിജയമുറപ്പെന്നും ഷാഫി പറമ്പിലിന്റെ പ്രതികരണം. കംഫർട്ടബിൾ ആയിട്ടുള്ള വിജയം വടകരയിൽ ഉണ്ടായിരിക്കും. കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കോൺഗ്രസിന് കഴിയുമെന്നാണ് ഞങ്ങളുടെ അവസാന റൗണ്ട്, ഇന്ത്യ മുന്നണിക്ക് കഴിയുമെന്നുള്ളതാണ് ഞങ്ങളുടെ അവസാന റൗണ്ട് കണക്കൂട്ടൽ. പുറത്തുവന്ന എക്സിറ്റ് പോളുകൾ എൻ.ഡി.എയുടെ കണക്ക് ശരിവെക്കുന്നതെന്ന് തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കി. 4ഓളം സീറ്റുകൾ എൻ.ഡി.എക്ക് കേരളത്തിൽ പ്രതീക്ഷിക്കാമെന്നാണ് എക്സിറ്റ് പോളുകൾ കാണുന്നത്. അതുതന്നെയായിരുന്നു നേരത്തുണ്ടായിരുന്ന കാൽക്കുലേഷനുകളും. ഏതാണെങ്കിലും ഇന്ത്യയിൽ മൊത്തത്തിൽ എൻ.ഡി.എ ഏതാണെങ്കിലും 350 സീറ്റിന് മുകളിലായിരിക്കും ജയിക്കാൻ വേണ്ടി പോകുന്നത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.